ഓതിയിട്ട് മൗലവിമാർ വെച്ച അർത്ഥമനുസരിച്ച് വഹാബികളെ, മുജാഹിദുകളെ ക്രൈസ്തവ സഹോദരൻ ക്രോസ് ചെയ്യണം. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി. ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അല്ലാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. ഇത് മുസ്ലിങ്ങളുടെ അള്ളയും അല്ലേ? അല്ല. മുജാഹിദുകൾ അവരുടെ ആഫീസിൽ നിന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയ കഥാപാത്രത്തിലെ വെറും ഒരു കഥാപുരുഷൻ മാത്രമാണ്. ഇവിടെയുള്ള അമുസ്ലിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, മൗലവിമാരുടെ, മുജാഹിദുകളുടെ വാദം കേട്ടുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കരുത് കേട്ടോ, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇവർ ഇസ്ലാമുമായി ബന്ധമുള്ള കക്ഷികളല്ല. അല്ലാഹുവിലുള്ള വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമയിലാണ് വഹാബികൾ പകിട കളിക്കുന്നത്. ഇനിയും നോക്ക് സഹോദരന്മാരെ, അള്ളാഹിനെ സംബന്ധിച്ച് മൗലവിമാരെന്താണ് പരിചയപ്പെടുത്തുന്നത്, എന്താണ് മുസ്ലിങ്ങളുടെ നിലപാടെന്ന് പഠിച്ചോ. അല്ലാഹ് പറഞ്ഞതല്ലേ ഉദൂനി അസ്തജിബ് ലക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ സങ്കടപ്പാടുകൾ നിങ്ങൾ എന്നോട് പറഞ്ഞുകൊള്ളുക. ഇംഗ്ലീഷുകാരൻ പറഞ്ഞാലും, മലയാളി പറഞ്ഞാലും, ഫാരിസിക്കാരൻ പറഞ്ഞാലും, ഉറുദുക്കാരൻ പറഞ്ഞാലും, ഹിന്ദിക്കാരൻ പറഞ്ഞാലും, എല്ലാ ഭാഷദേശ വ്യത്യാസങ്ങളില്ലാതെ ഏത് മനുഷ്യന്റെയും ഭാഷയും മനസ്സും അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, മലയാളി മലയാളത്തിൽ ചോദിച്ചാൽ കൊടുക്കും, ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ കൊടുക്കും, ഒക്കെ അല്ലാഹ്ക്ക് അറിയും. പക്ഷേ മൗലവിമാര് പരിചയപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് എന്തേ അറിയുള്ളൂ? മൗലവിമാര് പരിചയപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് അറബി മാത്രമേ അറിയുള്ളൂ. ഇത് മൗലവി എപ്പോഴാ പറയുന്നത്? മുജാഹിദുകൾ സാധാരണ ഖുതുബ എന്ത് ചെയ്യും? മലയാളത്തിലാക്കും, നിസ്കാരം അറബിയിലാക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ ആരാധന എങ്ങനെ മാറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഖുതുബ മാറ്റും പോലെ നിസ്കാരോട് മലയാളത്തിലാക്കിക്കൂടെ? അപ്പൊ മൗലവി പറയാം, നിസ്കരിക്കുമ്പം പറയുന്നത് അറിയേണ്ടത് ആരാ? അള്ളയാണ്, അള്ളാഹ് മലയാളിയല്ല. അപ്പൊ മലയാളത്തിൽ പറഞ്ഞ അള്ളാഹ്ക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? മലയാളത്തിലാക്കാത്തേ. ഖുതുബ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആരാ? അത് മലയാളികളാണ്, അതുകൊണ്ടാണ് ഖുതുബ മലയാളത്തിലാക്കുന്നത്. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ഇതേത് അള്ളയാണ് മുജാഹിദ്? ഉദ്ഊനി അസ്തജിബ് ലക്കും. മലയാളി പറയുന്നതും അള്ളാഹ്ക്കറിയാം, ഇംഗ്ലീഷ് പറയുന്നതും അള്ളാഹ്ക്കറിയാം. അള്ളാഹ്ക്കറിയാത്ത ഭാഷകളില്ല. മുജാഹിദുകളെ കഥാപാത്രത്തിന്റെ കഥ എന്താണെന്നറിയങ്ങള്? അതേതോ ഒരു വട്ടക്കെട്ടൊക്കെ കെട്ടി ഗൾഫിൽ എവിടെയുള്ള ഒരു കാട്ടറബിയാണ്. നാട്ടറബി എന്ന് ഞാൻ പറയാത്തത് എന്താണ്? നാട്ടറബി ആണെങ്കിൽ ഒരു അറബിന്റെ പുറമെ ഇംഗ്ലീഷ് എന്തെങ്കിലും കൈകാര്യം ചെയ്യും. വഹാബിയാളെ ഈ പറയുന്ന ദൈവത്തിന് അറബി അല്ലാത്ത വേറൊരു കെലിമത്ത് അറിയില്ല. പിന്നെ മൗലവി പ്രസംഗിച്ച ഘട്ടങ്ങള് ആരെ മുന്നിലാ നിസ്കരിക്കണത്? അള്ളാന്റെ മുന്നിലാണല്ലോ നിസ്കരിക്കണത്. അപ്പോത്തിന് അള്ളാഹ് എവിടെ എത്തി? മുജാഹിദീങ്ങളെ മിഹ്റാബിലെത്തി. നേരത്തെ ആകാശത്തായിരുന്നു. ഒക്കെ മൗലവിമാരെ ബുദ്ധി കൊണ്ടുള്ള കളിയാണ്. ഇതിന് മുസ്ലിങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇനി നോക്ക് സഹോദരന്മാരെ, 5 സമയത്ത് നമ്മൾ അള്ളാഹ്നോട് ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്. സഹോദരന്മാരെ, ശരിക്കാലോചിച്ചോ, നമ്മുടെ ഈമാന് പൂർണ്ണമാകണം. എന്തേ നമ്മൾ അല്ലാഹുവോട് മാത്രം സഹായം തേടാനുള്ള കാരണം? നമ്മെ സഹായിക്കാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും കഴിയാത്തതുകൊണ്ടാണ്. അതേത് വിഷയത്തിൽ ബാധകമാണ്? ദുന്യാവിന്റെ വിഷയത്തിലും അത് ബാധകമാണ്, ആഖിറത്തിന്റെ കാര്യത്തിലും ബാധകമാണ്, ഭൗതികമായ വിഷയത്തിലും അഭൗതികമായ വിഷയത്തിലും, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതിലും പുറത്തുള്ളതിലുമെല്ലാം നിന്നോട് മാത്രമാണ് അതിന്റെ ഉടമ എന്ന നിലക്ക് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അല്ലാഹ്. കാരണം ഞങ്ങളെ ഭൗതികമായി സഹായിക്കാനോ അഭൗതികമായി സഹായിക്കാനോ അല്ലാഹുവല്ലാതെ ഒരു ഡോക്ടർക്കും കഴിയില്ല, എഞ്ചിനീയർക്ക് കഴിയില്ല, ഔലിയാക്കൾക്ക് കഴിയില്ല, അമ്പിയാക്കൾക്ക് കഴിയില്ല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, എല്ലാ കഴിവുകളും റബ്ബിലുള്ളതാണ്. എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ അല്ലാഹയാണ്. അതുകൊണ്ട് ദുന്യാവിൽ നമ്മൾ ഒരു വിഷയം നമ്മൾ ഉദ്ദേശിച്ചാൽ ആ വിഷയത്തിന് നമ്മൾ സഹായം, ആ വിഷയത്തിന്റെ ഉടമ എന്ന നിലക്ക് തേടുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് നമ്മൾ ഉടമ എന്ന നിലക്ക് കാര്യങ്ങൾ തേടുമ്പോൾ ഉടമയായ അല്ലാഹു നമുക്ക് സഹായം എത്തിച്ചു തരാൻ ചില വഴികൾ വെച്ചിട്ടുണ്ട്. ആ വഴികളിൽ ഭൗതികമായ വഴികളുണ്ട്, അഭൗതികമായ വഴികളുണ്ട്. ഭൗതികമായ വഴികളുമായി നമ്മൾ ബന്ധപ്പെട്ടാലും അഭൗതികമായ വഴികളിലൂടെ ബന്ധപ്പെട്ടാലും ആ വഴികളിൽ നമുക്ക് വിഷയം നടത്തി തരുന്നത് ആരാണ്? അല്ലാഹയാണ്. അല്ലാഹുവോട് ഉടമ എന്ന നിലക്ക് തേടുന്നു. അല്ലാഹു ആ സഹായം നൽകുന്ന റൂട്ട് എന്ന നിലക്ക് ഒരുപക്ഷെ നമ്മൾ അമ്പിയാക്കളുടെ മഖബറയിൽ ബന്ധപ്പെടുന്നു, ഔലിയാക്കളുടെ കറാമത്ത് ബന്ധപ്പെടുന്നു, ഡോക്ടറുടെ മെഡിസിന് ബന്ധപ്പെടുന്നു. ചിലത് അഭൗതികമാവാം, ചിലത് ഭൗതികമാകാം. പക്ഷേ അവിടെയൊന്നും നമ്മെ സഹായിക്കാൻ ഒരാൾക്കും കഴിവുകളില്ല. കഴിവ് റബ്ബിൽ നിന്നുള്ളതാണ്, തേട്ടം റബ്ബിനോടാണ്. ആ കഴിവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. ആ സഹായത്തിനുള്ള വഴികളാണ് മഖ്ബറകൾ, ആ വഴികളാണ് കറാമത്തുകൾ, ആ വഴികളാണ് മെഡിസിനുകൾ, ആ വഴികളാണ് എഞ്ചിനീയറുകൾ. അതൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോഴും കാര്യം നടത്തുന്നവൻ അല്ലാഹയാണ്. തേട്ടം റബ്ബിനോടാണ്, അപേക്ഷിക്കുന്നത് മനുഷ്യരോടും അല്ലാഹു വെച്ച കാരണങ്ങളോടുമാണ്. എത്ര കൃത്യമാണ് വിശ്വാസം! ദുന്യാവിന്റെ കാര്യം ആഖിറത്തിന്റെ കാര്യമൊക്കെ ഉടമ എന്ന നിലക്ക് തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമേ ഉള്ളൂ. പക്ഷേ മുജാഹിദ് പറയുന്ന എന്താ നിങ്ങള് ദുന്യാവിന്റെ വിഷയത്തിൽ പടച്ചോനെ നിന്റെ ഏർപ്പാടൊന്നും വേണ്ട, അത് ഞങ്ങൾ തമ്മിൽ നോക്കിക്കോളാനാ. അതാണ് മുജാഹിദ് പറയുന്നത്. ദുന്യാവിൽ ഞങ്ങൾ തമ്മിൽ നോക്കും. എത്രത്തോളം? പിതാവിന്റെ ജനാസ ഖബറിന്റെ മുകളിലെത്തി ആ ഖബറിലേക്ക് വെക്കുന്നത് വരെ ഞങ്ങളെ കഴിവാ. അവിടെ ഒന്നും അള്ളാന്റെ ഒത്താശ ആവശ്യമല്ല. പിന്നെ ഖബർക്ക് വെച്ച് മൂടുകല്ല് വെച്ച് പോന്നാ പിന്നെന്താ കഥ എന്നറിയില്ല. അപ്പൊ മയ്യത്ത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. ഖബറും പുറത്ത് വരെ ആര്? അത് ഞങ്ങൾ തമ്മിൽ. ദുന്യാവിന്റെ വിഷയത്തിൽ ഡോക്ടർ അത് നമ്മളെ സ്വന്തമായി സഹായിക്കും, എഞ്ചിനീയർ സ്വന്തമായി സഹായിക്കും. പിന്നെ മരിച്ചു കഴിഞ്ഞ് മയ്യത്താണ് വിട്ടുകൊടുക്കുക പഠിച്ചോൻ. അതാണ് വഹാബികളുടെ വിഷയം. നോക്ക് നിങ്ങൾ, ഒരു മുജാഹിദ് മൗലവി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്. ഈ പെരിന്തൽമണ്ണ കൂടെ പോണ റോഡ് ഏതിലൂടെ പോണമെന്നൊന്നും അള്ളാന്റെ തീരുമാനത്തിൽപ്പെട്ടാൽ ആക്ക ഞമ്മളെ താല്പര്യമാണ്. ഈ ഭൂലോകത്ത് ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്ന് അള്ളാഹിന് തീരുമാനമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. ഇതല്ലാതെ ഈ ഭൂലോകത്ത് ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്ന് അള്ളാഹിന് തീരുമാനമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെ പടച്ചതും അല്ലാഹയാണ്, നിങ്ങളെ പ്രവർത്തികളെ പടച്ചതും അല്ലാഹയാണ്. ഇതുകൊണ്ടു തന്നെ സ്വന്തം താല്പര്യത്തിൽ റോഡെടുക്കാൻ ഒരു എഞ്ചിനീയർക്ക് കഴിയില്ല,
സ്വന്തം താൽപര്യത്തിൽ പാലം നിർമ്മിക്കാൻ ഒരു എഞ്ചിനീയർക്ക് കഴിയില്ല. സ്വന്തം താൽപര്യത്തിൽ രോഗം മാറ്റാൻ ഒരു ഡോക്ടർക്ക് കഴിയില്ല. സ്വന്തം താൽപര്യത്തിൽ ഒരാളെ സഹായിക്കാൻ ഒരു വലിയനും കഴിയില്ല. സ്വന്തം താൽപര്യത്തിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു നബിക്കും കഴിയില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമിയാ, എല്ലാ കഴിവുകളും റബ്ബിലുള്ളതാണ്. ആ കഴിവ് അള്ളാഹു വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ഭൗതികമായ കേന്ദ്രങ്ങളുണ്ട്, അഭൗതികമായ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുന്നു, അവരോട് അപേക്ഷ നടത്തുന്നു. പക്ഷേ ആ കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന കഴിവിന്റെ ഉടമ എന്ന നിലക്ക് ദുന്യാവിന്റെ വിഷയത്തിലും നമ്മൾ തേടുന്നത് അല്ലാഹുവിനോടാണ്. ഭൗതിക അഭൗതിക വിഷയത്തിലെല്ലാം തേട്ടം റബ്ബിനോട് തന്നെ.